ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ജയിൽ ചാട്ടം ഗൗരവമുള്ളതെന്നും നടപടി വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. VS അനു ആണ് വിവരങ്ങൾ വച്ചിരുന്നത്. അനു, യോഗം അവസാനിച്ചോ? എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഇപ്പോൾ നിലവിൽ 2 അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് പോലീസിന്റെ അന്വേഷണം, അതുകൂടാതെ തന്നെ വകുപ്പ് തല അന്വേഷണം, ജയിൽ വകുപ്പിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് പ്രത്യേക സമഗ്ര അന്വേഷണത്തിന് തീരുമാനം ആയിരിക്കുന്നത്. ഇതിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, അതുകൂടാതെ തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. കണ്ണൂർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. മാത്രമല്ല മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത് അതീവ ഗുരുതരമായ കാര്യമാണ് കണ്ണൂരിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി നടപടി വേണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിൽ 4 സെൻട്രൽ ജയിലുകളിൽ വൈദ്യുതി ഫെൻസിങ് 3 മാസത്തിനകം പൂർത്തിയാക്കണം. അതുകൂടാതെ അതിസൂക്ഷ്മ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഇന്റലിജന്റ് CCTVകൾ സ്ഥാപിക്കണം എന്നുള്ള കാര്യവും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. മാത്രമല്ല ഈ ജയിലുകളിൽ 5 വർഷം പൂർത്തിയാകുന്ന ഉദ്യോഗസ്ഥരെയും ഈ ജയിൽ പുള്ളികളുമായി ഇവർക്ക് ബന്ധം ഒക്കെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് 5 വർഷം പൂർത്തിയായവരെ സ്ഥലം മാറ്റണം എന്ന കാര്യം തീരുമാനിച്ചു. മാത്രമല്ല ജയിലിനകത്ത് ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണം. മാത്രമല്ല ഈ ഗോവിന്ദസ്വാമിയെ പോലെയുള്ള കൊടും ക്രിമിനലുകൾ കഴിയുന്ന ജയിലുകൾ അല്ലെങ്കിൽ അത്തരം ക്രിമിനലുകളെ ഈ അന്തർ സംസ്ഥാന ജയിലുകളിലേക്ക്, അതായത് ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു ജയിൽ പുള്ളിയെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജയിലുകളിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം. അത്തരം കാര്യങ്ങൾ ആലോചിക്കും. മാത്രമല്ല ഈ ജയിലുകളിൽ ഈ തടവുകാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും നടപടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഈ താങ്ങാവുന്നതിലധികം തടവുകാർ ജയിലുകളിൽ ഉണ്ട് എന്നുള്ള വാർത്ത ഇന്ന് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയൊരു സെൻട്രൽ ജയിൽ കൂടി തുടങ്ങാനുള്ള തീരുമാനം കൂടെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ എവിടെയെങ്കിലും അതിനു വേണ്ടിയിട്ട് ആ മേഖലകളിൽ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താനും ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് സമഗ്രമായ മാറ്റങ്ങൾക്ക് ജയിൽ വകുപ്പ് ഒരുങ്ങുന്നു. അതിനുവേണ്ടി ജയിൽ ചാട്ടം ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ജയിൽ വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനും സർക്കാരിന് തന്നെ വലിയ നാണക്കേടായ സംഭവമായി മാറി ഇന്നലത്തെ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ എല്ലാ ജയിലുകളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ അടിമുടി പരിഷ്കരിക്കാൻ തീരുമാനമായിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഇപ്പോൾ അതിസൂക്ഷ്മ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTVകൾ സ്ഥാപിക്കുക, എല്ലായിടത്തും ഈ വൈദ്യുതി ഫെൻസിങ് 3 മാസത്തിനകം തന്നെ ഉറപ്പാക്കുക, ഇന്റലിജന്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങി സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു. അതേസമയം പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന അടക്കമുള്ള വലിയ മാറ്റങ്ങൾക്കാണ് സംസ്ഥാനത്തെ ജയിൽ വകുപ്പ് ഒരുങ്ങുന്നത്. സേതു, ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയമിച്ചിട്ടുണ്ടല്ലോ അനു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നിലവിലുള്ള അന്വേഷണമുണ്ട്, അതിന് പുറമെ ഈ സംഘം കൂടി പ്രത്യേകം കാര്യങ്ങൾ അന്വേഷിക്കും അല്ലേ? തീർച്ചയായും ഇപ്പോൾ നിലവിൽ ജയിലിൻ്റെ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൂടാതെ പോലീസ് ഈ ജയിൽ ചാട്ടത്തിൽ കേസെടുത്തത് കൊണ്ട് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് സമഗ്രമായ ഉന്നതതല പ്രത്യേക അന്വേഷണം നടക്കുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, അതുകൂടാതെ തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവി DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങുന്ന സംഘമാണ്. ജേക്കബ് പുന്നൂസ് ഈ ജയിലുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ സംസ്ഥാനത്ത് സേവനം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ സമഗ്രമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ തയ്യാറെടുക്കുന്നത്. ഗോവിന്ദസ്വാമിയുടെ ഇപ്പം ഈ ജയിൽ ചാട്ടത്തിന്റെ ആസൂത്രണം മുതൽ ജയിൽ ചാട്ടം വരെ സമഗ്രമായി എല്ലാ വശങ്ങളും തിരഞ്ഞുള്ള അന്വേഷണം അല്ലേ അനു? തീർച്ചയായും സേതു, ക്ഷമിക്കണം.
ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാനത്ത് ഒരു സെൻട്രൽ ജയിലിൻ്റെ അതീവ സുരക്ഷാ സെല്ലിൽ നിന്നാണ് ഒരു തടവ് പുള്ളി ജയിൽ ചാടുന്നത്. ഇത് അസാധ്യമെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം. നിഷ്പ്രയാസം ചില മുന്നൊരുക്കങ്ങൾ കൊണ്ട് മാത്രം ഒരു തടവ് പുള്ളിക്ക് നടത്താനാകുമെങ്കിൽ നമ്മുടെ ജയിലുകളിലെ സുരക്ഷ എത്രമാത്രം വീഴ്ചയുള്ളതാണ്, എത്രമാത്രം ദുർബലമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇന്നലെ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അല്ല, അത് മാത്രമല്ല, ഇപ്പം ഇയാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അസ്വാഭാവികമായി പെരുമാറുന്നുണ്ട്, അത് കണക്കിലെടുത്തില്ല. ഇയാളുടെ ശരീരഭാരം ക്രമാതീതമായി ഇയാൾ കുറയ്ക്കുന്നു, അത് കണക്കിലെടുത്തില്ല. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അനുദാനം ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, ഇത്രയും പൊക്കമുള്ള ഒരു 7.5 മീറ്റർ പൊക്കമുള്ള ഒരു മതിൽ, അതിന് മുകളിലുള്ള ഫെൻസിങ്, ഇതിനെല്ലാം ഭേദിച്ച് ഇയാൾക്ക് ആ പുതപ്പ് കൂട്ടിക്കെട്ടി ആ ജയിൽ ഭേദിക്കണമെങ്കിൽ എത്ര നാളത്തെ ആസൂത്രണമൊക്കെ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എന്തെങ്കിലും ഒരു ബാഹ്യ സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ആ വിഷയങ്ങളടക്കം പരിഗണനയിലായിരിക്കില്ലേ? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഇയാളുടെ മുന്നൊരുക്കങ്ങൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കി കാണേണ്ടതാണ്. കാരണം ഈ 3 മാസത്തോളമായി അയാൾ ഈ ഭക്ഷണം കുറച്ചും താടി വെച്ചും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് പോലീസിൻ്റെയും പോലീസിൻ്റെ ജയിലിൻ്റെയും ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുള്ള സുപ്രധാനമായ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ജയിലിനകത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം ഈ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ജയിലിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല, ജയിലിൽ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിനും ഇപ്പോൾ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നു. അതിന് പുറകെയാണ് ഈ തരത്തിലുള്ള ഒരു വ്യക്തമാണ് ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ അത് ആഭ്യന്തര വകുപ്പിനും സർക്കാരിനുമൊക്കെ വലിയ നാണക്കേടായ സംഭവമാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഓൺലൈനായി യോഗം വിളിച്ചത്. യോഗശേഷമുണ്ടായ തീരുമാനങ്ങളാണ് VS അനു പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.